ഒന്നേക്കാൽ നൂറ്റാണ്ട് മുമ്പ് ഒ ചന്തുമേനോൻ ഇന്ദുലേഖയിൽ സൂര്യനമ്പൂതിരിപ്പാടിൻ്റെ പെണ്ണുകാണൽ വരവിനെ ഇങ്ങനെ വർണ്ണിച്ചു. പല്ലക്ക് മിറ്റത്ത് എത്തിയ ഉടനെ കേശവൻ നമ്പൂതിരി അതിൻ്റെ വാതിൽ തുറന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്വർണവിഗ്രഹം പുറത്തേക്കു ചാടി. അതെ, സ്വർണവിഗ്രഹം തന്നെ. തല മുഴുവൻ സ്വർണവർണ്ണ തൊപ്പി, ശരീരം മുഴുവൻ സ്വർണവർണ്ണ കുപ്പായം, ഉടുത്ത പട്ടക്കര മുഴുവൻ സ്വർണം, കാലിൽ സ്വർണക്കുമിഴുള്ള മെതിയടി, കൈവിരൽ പത്തിലും സ്വർണമോതിരങ്ങൾ, പോരാത്തതിന് സർവം സ്വർണവർണ്ണമായ ഒരു തുപ്പട്ട കുപ്പായത്തിൻ്റെ മീതെ പൊതിച്ചിട്ട് കയ്യിൽ കൂടെ നോക്കാൻ ഒരു സ്വർണക്കൂടു കണ്ണാടി. സ്വർണം, സർവം സ്വർണം. ഇന്ദുലേഖ ഈ നമ്പൂതിരിയുടെ പിന്നാലെ ഓടും, സംശയമില്ല. മലയാളികളുടെ സ്വർണഭ്രമത്തെക്കുറിച്ച് ഇതിലും നല്ലൊരു ചിത്രം കിട്ടാനില്ല. ഇന്ത്യയിൽ 20,000 ടൺ സ്വർണം വീടുകളിൽ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 5,000 ടൺ കേരളത്തിലാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം ഈ കണക്കിൽ പെടില്ല. ലക്ഷം കോടിയിലേറെ രൂപയുടെ സ്വർണശേഖരമുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണശേഖരം ഉൾപ്പെടെ ഈ സ്വർണം കൂടി കണക്കിലെടുത്താൽ രാജ്യത്തെ പകുതി സ്വർണശേഖരവും കേരളത്തിലാകാം. സ്വർണത്തിൻ്റെ സ്വന്തം നാട്. യാത്രികൻ ഇപ്പോൾ കൊടുവള്ളിയിലാണ്, ഇന്ത്യയുടെ സുവർണ പട്ടണം. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്തു കാര്യമെന്ന് യാത്രികൻ സ്വയം ചോദിക്കാതിരുന്നില്ല. എങ്കിലും യാത്രയിൽ ഈ സുവർണ സങ്കേതത്തെ ഒഴിവാക്കുന്നതെങ്ങനെ? കൊടുവള്ളിയിൽ നിന്ന് വയനാട്ടിലേക്ക് നീളുന്ന പാതയുടെ ഇരുവശവും തൊട്ടുതൊട്ട് സ്വർണ്ണക്കടകൾ. കൊടുവള്ളി എങ്ങനെ കേരളത്തിൻ്റെ സുവർണ പട്ടണമായി? യാത്ര ആദ്യകാല സ്വർണ്ണക്കട ഉടമകളെ ചെന്നു കണ്ടു. MP അഹമ്മദ് ആൻഡ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ പീടിയ ആണ് ഇവിടെ ആദ്യം തുടങ്ങിയത്. മുസ്ലിങ്ങൾക്ക് കൊടുവള്ളിയിൽ എന്നല്ല, കോഴിക്കോട്ടും മറ്റ് കേരളത്തിലൊന്നും ഒരു പീടിയയില്ലാത്ത സമയത്ത് കൊടുവള്ളിയിൽ ഒരു സ്ഥാപനവും തിരുരങ്ങാടി ഒരു സ്ഥാപനമാണ് അറിവിൽ പറയപ്പെടുന്നത്. അത് ഒന്നാമത്തെ കൊടുവള്ളിയാണ്. രണ്ടാമത്തെ കൊടുവള്ളി ചന്തയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ ഫേമസ് ആയിട്ടുള്ള ചന്ത. അങ്ങനെ ഈ സ്വർണ്ണ കച്ചവടം വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ ആദ്യകാലത്തെ തുണിക്കച്ചവടവും സ്വർണ്ണക്കച്ചവടവും നിലനിന്ന് പോകുന്ന ഒരു പ്രദേശമാണ് കൊടുവള്ളി. ചന്ത എന്ന് പറഞ്ഞാൽ ഈ വ്യാഴാഴ്ച മാത്രമേ സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ വേണ്ടൂ. ഇടദിവസമൊന്നും കടയിൽ സാധനം ഉണ്ടായിരുന്നില്ല. ആ കാലത്തെ സ്വർണ്ണക്കച്ചവടവും തുണിക്കച്ചവടവും രണ്ടും ഈ നമ്മുടെ സംസ്ഥാനത്ത് വ്യവസ്ഥാപിതമായി നിലനിന്ന ഒരു പ്രദേശമാണ് കൊടുവള്ളി. MP അഹമ്മദ് ആൻഡ് ബ്രദേഴ്സ്. പിന്നീട് ഈ മറ്റ് പല പ്രദേശങ്ങളിലേക്കും സ്വർണ്ണ കച്ചവടമായി പോകാനുള്ള കാരണങ്ങൾ MPC ആണ്. പല പ്രദേശത്തും അയാൾ പല ആളുകളെയും വിട്ടിട്ട് വയനാട്,
അതുപോലെ തന്നെ ഈ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തും കോഴിക്കോട് ജില്ലയിൽ നിന്ന് പുറത്തും എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ആളുകൾ സ്വർണ്ണ കച്ചവടം തുടങ്ങാൻ തുടങ്ങി. ഇടക്കാലത്ത് അന്ന് പല പ്രദേശങ്ങളിൽ നമ്മൾ സംസ്ഥാനത്ത് തന്നെ പല പ്രദേശങ്ങളിൽ നിന്നും സ്വർണം വാങ്ങാൻ വന്ന ഒരു പ്രദേശമായിരുന്നു കൊടുവള്ളിയിൽ. അതുകൊണ്ട് തന്നെ ഈ വളരെ കൂടുതൽ കച്ചവടക്കാർ പിന്നീട് MPC അബുവാജിൻ്റെ കാലത്തോടുകൂടി വ്യാപിക്കാൻ തുടങ്ങി. കൊടുവള്ളിയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം ഉണ്ടാകാനും തുടങ്ങി. കൊടുവള്ളിയിൽ 1930കളിൽ തുടങ്ങിയ സ്വർണ്ണ വ്യാപാരം തുടർന്നുള്ള ദശകങ്ങളിൽ തഴച്ചു വളർന്നു. വിശ്വാസ്യതയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം. ഈ മൊറാർജി ദേശായിൻ്റെ കാലത്ത് സ്വർണ്ണ നിയന്ത്രണ നിയമമുള്ള കാലത്ത് കച്ചവടം തുടങ്ങിയാണ്. അന്ന് ഞാൻ കച്ചവടം തുടങ്ങുന്ന നേരം 114 റുപ്യയാണ് ഒരു പവനുള്ളത്. പിന്നീട് 128 റുപ്യയായിട്ട് കൊല്ലങ്ങളോളം നിലനിന്നു. ഇങ്ങനെ ഈ ഇന്നത്തെ രീതിയിൽ ദിവസം സ്വർണ്ണത്തിന് വില വർദ്ധിക്കുന്നൊരവസ്ഥ മുമ്പ് ഉണ്ടായിരുന്നില്ല. ആ കാലത്തെ ഞാൻ കച്ചവടം തുടങ്ങിയത് ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കലും അതുപോലെ തന്നെ വയനാട്ടിൽ കൊണ്ടുപോകില്ല. അത് ഞാൻ മാത്രമല്ല, ഈ പോകുന്ന ആളുകൾ മുഴുവൻ തട്ടാന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു സംവിധാനം ഇവിടെയാണ് നിലവിലുണ്ട്. വയനാട്ടിലാണെങ്കിലും കോഴിക്കോട്ടാണെങ്കിലും അത്തോളിയാണെങ്കിലും ഒക്കെ ഇവിടുത്തുകാരുണ്ട് ഈ ജില്ലയുടെ എല്ലാ ഭാഗത്തും. അതുപോലെ തന്നെ നാദാപുരം കുറ്റിയാടി ഭാഗത്ത്, വയനാട്ടിലുള്ള ചേലമ്പാടി, അതുപോലെ ഈ പനമ്പരം ആ ഭാഗത്ത് മാനന്തവാടി ഭാഗത്തൊക്കെ കൊടുവള്ളിനെ ആശ്രയിച്ചിട്ടാണ് ഈ കച്ചവടക്കാർ ഈ സാധനങ്ങൾ പണിയലും. അത് അങ്ങനെ ഒരു പ്രത്യേകത കൊടുവള്ളിക്കുണ്ടായിരുന്നു. കോഴിക്കോട്ടെയും വയനാട്ടിലെയും ആളുകൾ സ്വർണം വാങ്ങാൻ കൊടുവള്ളിയിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. പഴയ സ്വർണ്ണാഭരണങ്ങൾ നല്ല വിലയ്ക്ക് വാങ്ങുകയും പുതിയവ അമിത ലാഭമില്ലാതെ വിൽക്കുകയും ചെയ്ത് കൊടുവള്ളി മാതൃക സൃഷ്ടിച്ചു. എൻ്റെ വാപ്പാണ്. വാപ്പൻ്റെ വാപ്പയും ഈ സ്വർണ്ണ വ്യാപാര രംഗത്തായിരുന്നു. കോഴിക്കോട്ടൊക്കെ വെങ്കടേഷ് നായക് മോഹൻദാസ് ഒരു ജ്വല്ലറിയുള്ള സമയത്തും കൊടുവള്ളിയിലൊരു ജ്വല്ലറി നമ്മളെ വലിയാപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പിന്തുടർച്ച എന്നുള്ള വാപ്പ വന്ന് വാപ്പ ശേഷം ഇത് ഒരു ജനകീയ സ്വഭാവം ഞാൻ വന്ന് ഇപ്പോൾ കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം 100ഓളം റിറ്റെയിൽ ഷോപ്പുകളും ഒരു 50ഓളം ഹോൾസെയിൽ ബിസിനസ് നടത്തുന്ന വർക്ക്ഷോപ്പുകളും മറ്റുമായിട്ട് പലരും ഈ രംഗത്ത് പിടിച്ചു. മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെയ്യുന്ന കച്ചവടത്തിൽ മിക്ക ആൾക്കാരും കൊടുവള്ളി ആയിട്ട് ബന്ധമുണ്ട്. വയനാട് കൽപ്പറ്റയിലാണെങ്കിൽ 8ഓളം ഷോപ്പുകൾ കൊടുവള്ളിക്കാരതാണ്. ബത്തേരിയിലുണ്ട്, നെടുവണ്ണപ്പാറ, അങ്ങനെ എല്ലാ മലബാറിലെ മിക്ക ഭാഗം, കണ്ണൂരിൽ, കോഴിക്കോട് കവമ്പത്തിലേനൊക്കെ മുഴുവൻ കൊടുവള്ളിയായിട്ട് ബന്ധപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഈ മുസ്ലിങ്ങളായിരുന്നല്ലോ കൂടുതൽ സ്വർണ്ണം ഉപയോഗിക്കുന്നത്. മുസ്ലിങ്ങൾ ഈ സ്വർണ്ണ വ്യാപാര രംഗത്തേക്ക് വന്നത് ഏതാണ്ട് കൊടുവള്ളിയിലാണ്. 1980 തൊട്ട് 2000 വരെയുള്ള കാലഘട്ടമായിരുന്നു കൊടുവള്ളി സ്വർണ്ണ വ്യാപാര രംഗത്തെ പുഷ്കലകാലം. അതിനുശേഷം നിരവധി പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. 2000-ലെത്തിയപ്പോൾ മറ്റ് വ്യാപാര മേഖലയിലുള്ള ആളുകളും വിവിധ സ്ഥലങ്ങളിൽ വലിയ വ്യാപാരശാലകളും ആരംഭിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നൊരവസ്ഥ വന്ന്, അപ്പോൾ ഇതിനൊരു അന്നത്തെ ഒരു വളർച്ച ഇന്ന് കാണുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഇന്നും മറ്റുള്ള ഏത് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കിയാലും അന്ന് തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും നിലനിൽക്കുന്നുണ്ട്, പുതിയ സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഈ കൊടുവള്ളിക്ക് മാത്രമുള്ളൊരു പെരുമയാണ്. കൊടുവള്ളിയുടേതു മാത്രമായുള്ള സ്വർണ്ണ സംസ്കാരം എന്താണ്? പഴമയോ പുതുമയോ ഇവിടെ സ്വർണം വാങ്ങാനെത്തുന്നവർക്ക് ഇഷ്ടം? യാത്ര തിരക്കി. ഇതൊക്കെ ഇവിടെ ട്രഡീഷണലായിട്ട് പോകുന്ന ഐറ്റാണ്. കാരണം ഫുള്ള് സെറ്റ് വരുന്നതാണ്. സാധാരണ വേറെ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചൂസ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ ഒരു സെറ്റിൽ വരുന്നതാണല്ലോ. അങ്ങനെ കല്യാണത്തിനാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുക. കാരണം നെക്കിലുള്ളത് ചോക്കർ, സെക്കൻഡ് മാല, തേർഡ് മാല, അങ്ങനെ സെറ്റായിട്ട് വരുന്നത്. ഏകദേശം എത്ര പവനുണ്ടാവും? ഇതിപ്പം പവന് ഏകദേശം എത്രയുണ്ട്? 17 പവനുണ്ട്.
നല്ല വർക്ക്. അതിപ്പോൾ എല്ലാ മതക്കാരുടെ കല്യാണം എല്ലാ മതക്കാരും ഉപയോഗിക്കും, അത് പ്രത്യേക മതങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെ മതങ്ങൾ പ്രത്യേകമായിട്ടൊന്നുമില്ല, ഡിസൈനൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഏതൊക്കെ രീതിയിൽ ആധുനിക ഡിസൈനാണോ ആൾ കൂടുതൽ, അതോ പഴയ ഇതിനാണോ? അല്ല, പഴയ മോഡലാണ് കൂടുതൽ മൂവിങ് ഉള്ളത്. കാരണം ഡെയിലി യൂസിന് പറ്റിയ ചെയ്യാൻ പറ്റിയാണ് കൂടുതൽ പോകുന്നത്. കാരണം കമ്പി വളകൾ, പൈപ്പ് വളകൾ, ഇതൊക്കെയാണ് കൂടുതൽ ഇവിടെ പോവുക. അതിൻ്റെ ആവശ്യക്കാർ ഇവിടുത്തുകാർ തന്നെയാണോ ദൂരെ? അല്ല, ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്. കുറച്ച് ദൂരെ നിന്ന് ആൾക്കാർ വരാറുണ്ട്. അത് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റങ്ങൾക്ക് വേണ്ടി മാത്രം. ഇങ്ങനെയുള്ള റോഡിയം കളർ വരുന്ന ഡിസൈനുകൾ, പിന്നെ കൽക്കത്ത വർക്കുകൾ, ഇതൊക്കെ കൽക്കത്ത സ്പെഷ്യലാണ്. ഈ വർക്കുകളൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല മൂവിങ്ങുകളായിട്ടാണ്. സ്വർണ്ണ വ്യാപാര രംഗത്തെ അധികായന്മാരോട് പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥ വന്നപ്പോൾ കൊടുവള്ളിയിലെ സ്വർണ്ണ വ്യാപാരികളുടെ സംഘടന പുതിയൊരു പദ്ധതിക്ക് രൂപം നൽകി. ഒരുപക്ഷെ കൊടുവള്ളിയിൽ മാത്രം സാധ്യമാകാവുന്ന ഒരു സംരംഭം. കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ കോർപ്പറേറ്റ് വലിയ ബിസിനസ്സുകൾ ഇല്ലാത്തതിൻ്റെ ഒരു പോരായിക കൊടുവള്ളിക്ക് ഉണ്ട് എന്ന് തോന്നിയത്. കൊടുവള്ളി ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷൻ, ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ നേതൃത്വം നൽകിക്കൊണ്ട് ഒരു വലിയ സംരംഭത്തിന് അടുത്ത മാസം തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ കൊടുവള്ളി ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷൻ, KGM ഗോൾഡ് എന്നുള്ള പേരിൽ തന്നെ ആ ഷോപ്പ് നാട്ടിലുള്ള മുഴുവൻ കച്ചവടക്കാരെയും, അതുപോലെ തന്നെ ഹോൾസെയിൽ കച്ചവടക്കാരെയും വിദേശത്തുള്ള കൊടുവള്ളിക്കാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കോർപ്പറേറ്റ് ബിസിനസ്, വലിയ ബിസിനസ് ഇതേ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ ജ്വല്ലറിക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു. ഈ ഒരു വ്യാപാരശാല മറ്റുള്ളവരോട് കിടപിടിക്കാനോ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നിലനിൽപ്പാണ് ഞങ്ങളുടെ ഉദ്ദേശം. ചെറുകിട വ്യാപാരികളുടെ നിലനിൽപ്പ് മാത്രം ഉദ്ദേശിച്ചാണ് ഒരു വലിയ വ്യാപാരശാല ആരംഭിക്കുന്നതിനെ പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നത്. ഈ റെസ്ട്രിക്ഷൻ നീക്കിയ സമയത്ത് സ്വർണ്ണ വ്യാപാരത്തിൽ 2 തരത്തിലുള്ള വ്യാപാരങ്ങൾ വന്നു. ഒന്ന്, ജീവിക്കാൻ ഒരു തൊഴിൽ എന്ന നിലയിൽ വ്യാപാരം നടത്തുന്ന ചെറുകിട വ്യാപാരികൾ, ഞങ്ങളെപ്പോലുള്ള ആയിരക്കണക്കായ വ്യാപാരികൾ. അതേസമയത്ത് സ്വർണ്ണ വ്യാപാരം ഒരു വ്യവസായമായി കാൽക്കുലേറ്റ് ചെയ്ത് അതിനനുസരിച്ച് വ്യാപാരം നടത്തുന്ന ഒരു വിഭാഗം. ഈ 2 വിഭാഗവും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വന്നു. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? വൻ പരസ്യത്തിൻ്റെ അകമ്പടിയോടെ വരുന്ന വൻകിട വ്യാപാരികളിലേക്ക് വ്യാപാരം ചേക്കേറി. അതിൻ്റെ ഫലം ചെറുകിട വ്യാപാരികൾക്ക് വ്യാപാരം കുറഞ്ഞു വന്നു എന്നുള്ളതാണ് സത്യം. ഇത് ഒരു തരണം ചെയ്യുക എന്നത് കേരളത്തിലെ ഏറ്റവും നല്ല യൂണിറ്റി, അതായത് ഒരു സംഘടനാ തലത്തിലൊരു യൂണിറ്റി ഞങ്ങൾ കൊടുവള്ളിയിലെ സ്വർണ്ണ വ്യാപാരികൾ അവകാശപ്പെടുന്നുണ്ട്. ഏകദേശം 50 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ് ഞങ്ങളുടേത്. ഈ സംഘടന അതിൻ്റെ ചെറുകിട വ്യാപാരികളെ ഒരൊറ്റ ചരടിൽ കോർത്തിണക്കി അവർക്ക് ആവശ്യമായ എല്ലാ സംഭവങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വ്യാപാര വർദ്ധവിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ നടപടികൾക്കൊക്കെ അപ്പുറമാണ് നമുക്ക് ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഇഷ്യൂ. അതായത് വൻകിട വ്യാപാരികൾ വലിയ നിലയിൽ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഉപഭോക്താക്കൾ അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നു എന്നുള്ള. അപ്പോൾ അതിനെ മറികടക്കാൻ ഞങ്ങൾ എന്ത് എന്നുള്ളതിനെ പറ്റി ആലോചിച്ചു. അവിടെയാണ് ഞങ്ങൾ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നത്. സ്വർണ്ണ വ്യാപാരത്തിലെ ഒരു കൂട്ടായ്മ. എന്തുകൊണ്ട് ഞങ്ങൾ ഒരുപാട് കച്ചവടക്കാർ കൂടിയിരുന്ന് ഒരു വലിയ വ്യാപാരം ആരംഭിച്ചാൽ എങ്ങനെയിരിക്കും എന്നതിനെപ്പറ്റി ഒരു പഠനം നടത്തി. ഈ പഠനം ഞങ്ങൾക്ക് പോസിറ്റീവായ ഒരുപാട് വിവരങ്ങൾ തന്നു. ഒന്ന്, ഞങ്ങളെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ അതേപടി നിലനിർത്തുക. 1 കിലോ സ്റ്റോക്ക് ഉള്ളവന് അതിൻ്റെ അകത്തുനിന്ന് ഒരു 100 ഗ്രാം എടുത്തിട്ട് പുതിയ സ്ഥാപനത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ 200 ഗ്രാം അവൻ്റെ മനോധർമ്മത്തിനനുസരിച്ചുള്ള സ്റ്റോക്ക്. പിന്നെ പലരുടെയും വീടുകളിൽ സ്വർണം ഇരിക്കുന്നുണ്ട്. വീട്ടുകാർ ഉപയോഗിക്കാതെ ഇരിക്കുന്നതും ഉപയോഗിക്കുന്നതുമായ ആഭരണങ്ങൾ. ഒരാൾക്ക് ഉപയോഗിക്കാൻ വളരെ കുറഞ്ഞ സ്വർണം മതിയല്ലോ. അല്ലാതെ സ്വർണ്ണങ്ങളൊക്കെ നിഷ്ക്രിയ ആസ്തിയായിട്ട് വീടുകളിൽ കിടക്കുകയാണ്. ഈ ആസ്തിയെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു. വ്യാപാര രംഗത്തെ പുത്തൻ പ്രവണതകളുമായി സമരസപ്പെടാനും അങ്ങനെ അതിജീവിക്കാനുമുള്ള ശ്രമങ്ങളും വ്യാപാരികൾ നടത്തിത്തുടങ്ങിയിരിക്കുന്നു. മറ്റൊരു വ്യാപാരം തുടങ്ങുന്നതിനേക്കാളും കൂടുതൽ എളുപ്പത്തിൽ തുടങ്ങാനും ഇനി ഏത് സമയത്തും നിർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം സ്വർണ്ണത്തിന് കൂടുതലാണ്. കാരണം ഇത് എത്ര കൂടുതൽ നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിലും ഒരു ചെറിയ സഞ്ചിയിൽ പൊതിയാക്കി നമുക്ക് കയ്യിൽ വെക്കാവുന്ന ഒരു സൗകര്യമുള്ളൊരു വസ്തുവാണല്ലോ സ്വർണ്ണം. പിന്നെ മൂല്യവർദ്ധനവ്, ഏറ്റവും കൂടുതൽ മൂല്യവർദ്ധനവ് ഉണ്ടാകുന്ന ഒരു വസ്തു ഈ കാലഘട്ടത്തിൽ സ്വർണ്ണത്തിനാണ്.
ഭൂമിക്കാണ് ഇതേക്കാൾ കൂടുതൽ വില വർധനവുണ്ടായത് അത് ഈ അടുത്ത വർഷങ്ങളിലാണ്. അതുവരെ സ്വർണ്ണത്തിനായിരുന്നു മൂല്യവർധന. അപ്പോൾ മൂല്യവർധന ഉണ്ടാകുന്ന ഒരു വസ്തുവിൻ്റെ വ്യാപാരത്തിന് വരാൻ ആളുകൾക്ക് താല്പര്യം കൂടും. അതും ഈ സ്വർണ്ണ വ്യാപാരത്തിന് നമ്മൾ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് ഒരു വ്യാപാരം തഴച്ചു വളരാൻ പുതിയ പുതിയ തന്ത്രങ്ങളുണ്ടാവും. ഇതിൻ്റെ ഒരു രീതിയാണ് 916 എന്ന് പറയുന്നതും. 22 ക്യാരറ്റ് എന്നതിൻ്റെ മറ്റൊരു നിർവചനം മാത്രമാണ് 916 എന്നത്. അതേസമയത്ത് 916 ഗോൾഡ് എന്നത് ഇന്ന് വ്യാപാര തന്ത്രത്തിൻ്റെ ഒരു മാർഗമായി ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പം 22 ക്യാരറ്റ് സ്വർണ്ണമാണ് എന്ന് പറയുന്നതിന് പകരം 916 ഗോൾഡ് ആണെന്നാണ് പറയുന്നത്. ഇതൊരു വ്യാപാരത്തിൻ്റെ രീതി മാത്രമാണ്. ഇതുപോലെ തന്നെയാണ് ആഭരണങ്ങൾ. എപ്പോഴും ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിറ്റഴിഞ്ഞുകൊണ്ട് വരുന്നത് കേരള തനിമയാർന്ന ആഭരണങ്ങളാണ്. എന്ത് ആര് എപ്പോൾ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും കേരള തനിമയാർന്ന പഴയ തരത്തിലുള്ള ആഭരണങ്ങൾ, നാഗവടത്താലിയും പാലക്കാമാലയും പൂത്താലിയും മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന ചുറ്റും കാതിലുകളും ഇതൊക്കെ കേരള തനിമയാർന്ന ആഭരണങ്ങളാണ്. ഈ ആഭരണങ്ങൾക്കാണ് ഇപ്പോഴും കൂടുതൽ ഡിമാൻഡ്. ഇടക്കാലത്തെ മാന്ദ്യത്തിനും ക്ഷീണത്തിനും ശേഷം കൊടുവള്ളി വീണ്ടും ഉയിർത്തെഴുന്നേൽക്കുകയാണ്. ഇന്ത്യയുടെ സുവർണ പട്ടണമെന്ന പേര് മാന്ദ്യകാലത്ത് പോലും മറ്റാർക്കും അവകാശപ്പെടാനായിട്ടില്ല. പാരമ്പര്യ മഹിമ അത് വിലയ്ക്ക് വാങ്ങാവുന്ന ഒന്നല്ലല്ലോ.